21-ാം നൂറ്റാണ്ടിൽ മുസ്ലിം ലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഇസ്ലാമിക സുവർണ കാലഘട്ടം എന്ന് പറയുന്നത്. നമുക്കറിയാം, നബി വന്നതിന് ശേഷം ഒരു 8-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഇസ്ലാമിക് വേൾഡിൽ നല്ല രീതിയിലുള്ള സയൻസിലും അതേപോലെ തന്നെ എല്ലാ വിഷയത്തിലും ലിറ്ററേച്ചറിലൊക്കെ നല്ല രീതിയിൽ മുസ്ലിങ്ങൾ മുന്നിട്ടുന്ന ഒരു സമയമായിരുന്നു ഈ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ ചരിത്രത്തിൽ തന്നെ ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള കുറേ കണ്ടുപിടുത്തങ്ങൾ മുസ്ലിങ്ങൾ നടത്തുന്നുണ്ട്. മാത്തമാറ്റിക്സിൽ, അതേപോലെ തന്നെ ആസ്ട്രോണമിയിൽ, മെഡിസിനിൽ. ഇപ്പോൾ സയൻസിൽ കെമിസ്ട്രി എന്നുള്ളൊരു വിഷയം പോലും ഉണ്ടായി വരുന്നത് ജാബിർ ബിൻ ഹയ്യ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാണ്. അതേപോലെ തന്നെ മൂസ അൽ ഖവാസിമിൻ്റെ അൽജിബ്ര എന്ന് പറയുന്നത് ഒരു മാത്സിൽ തന്നെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് തിങ് ആയിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. എവിടെ പോയാലും അൽജിബ്ര ആവശ്യമായുള്ള ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്നോളജിക്കൽ ഫീൽഡിൽ വലിയ രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് മുസ്ലിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്കറിയാം, വിൻഡ് മില്ല്, അതേപോലെ തന്നെ ക്രാങ്ക് ഷാഫ്റ്റ് പോലുള്ള സംഭവങ്ങളൊക്കെ മുസ്ലിങ്ങളാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ടെക്നോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നമ്മളുടെ അബ്ബാസ് ബിൻ ഫർനാസ്. അദ്ദേഹത്തിൻ്റെ ഏവിയേഷൻ ലോസ്, അദ്ദേഹത്തിൻ്റെ ഒരു കഥയുണ്ട്. ഈ അബ്ബാസ് ബിൻ ഫർനാസ് എന്ന് പറയുമ്പോൾ ചെറുപ്പത്തിലെ പറക്കാനൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 2 വട്ടം പറക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ആദ്യത്തെ വട്ടം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ഗ്രേറ്റ് മോസ്ക് ഉണ്ടായിരുന്നു കൊർദോവയിലെ. അതിൻ്റെ മിനാരത്തിൻ്റെ ഏറ്റവും ടോപ്പ് കയറിയിട്ട് അദ്ദേഹം വെറും ഒരു പലക കഷ്ണവും അതിൻ്റെ മേലെ ഒരു കട്ടിയുള്ള കോട്ടും വെച്ചിട്ടാണ് അദ്ദേഹം ആദ്യം പറക്കാൻ ശ്രമിക്കുന്നത്. ആ പറക്കുന്നത് അദ്ദേഹം സക്സസ്ഫുൾ ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു കുറച്ചു നേരം ആകാശത്ത് പറന്ന് അദ്ദേഹം ലാൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ കോൺഫിഡൻസിൽ അദ്ദേഹം എന്ത് ചെയ്തു, കൂടുതൽ പഠനങ്ങളൊക്കെ നടത്തി. നമുക്കറിയാം, ആകാശത്തൂടെ പറന്ന് നടക്കുന്നത് പക്ഷികളാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, കൂടുതൽ പക്ഷികളെ നിരീക്ഷിച്ചിട്ട് അവരുടെ ഘടന എങ്ങനെയാണെന്നൊക്കെ അദ്ദേഹം പഠിച്ചു. എന്നിട്ട് അദ്ദേഹം 2ാമത്തെ അറ്റംപ്റ്റിലേക്ക് പോകുന്നത്. രണ്ടാമത് എന്ത് ചെയ്യാണ്, അദ്ദേഹം പറക്കാനുള്ള ശ്രമം നടത്തുകയാണ്. അങ്ങനെ 2ാമത്തെ അറ്റംപ്റ്റിൽ അദ്ദേഹം അവിടുത്തെ ഒരു പ്രാന്തപ്രദേശം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, ജബലുൽ അറൂസ്. അങ്ങനെ ആ ജബലുൽ അറൂസിൻ്റെ ഏറ്റവും മേലെ കയറിയിട്ട് അദ്ദേഹം പറക്കുകയാണ്. അങ്ങനെ ഏകദേശം 10 മിനിറ്റോളം അന്ന് അദ്ദേഹം ആ ആകാശത്ത് പറന്നിട്ട് അദ്ദേഹം താഴെ വീഴാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം ഈ പക്ഷികളെ നിരീക്ഷിച്ച സമയത്ത് അദ്ദേഹം വാലെന്ന് പറഞ്ഞ പാട്ട് കംപ്ലീറ്റ്ലി അദ്ദേഹം എന്ത് ചെയ്ത്, അദ്ദേഹം അതിനെപ്പറ്റി ഒന്നും ശ്രദ്ധിച്ചില്ല. ഈ പക്ഷികൾ ലാൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് എന്താണ്, വാലാണ്. അപ്പം അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്ത്, അദ്ദേഹം ബാക്കിയുള്ള പക്ഷികളെല്ലാം സാധനം നിരീക്ഷിച്ചു, പക്ഷെ അദ്ദേഹം വാല് നിരീക്ഷിക്കാൻ മറന്നുപോയി. അപ്പം അദ്ദേഹത്തിന് എന്ത് ചെയ്തില്ല, ലാൻഡ് ചെയ്യാൻ പറ്റില്ല. ഈ അബ്ബാസ് ബിൻ ഫർനാസിന് ലാൻഡിങ് പ്രശ്നമായി. അങ്ങനെ അദ്ദേഹം വീഴുകയും അദ്ദേഹത്തിന് പരിക്ക് പറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് 1900 റൈറ്റ് ബ്രദേഴ്സ് വിമാനം പറത്തിയെന്നും അതുപോലെ തന്നെ ഈ ഗലീലിയോ ഏവിയേഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് കണ്ടെത്തിയെന്നുമാണ്. ശരിക്കും ഗലീലിയോ ഗലിക്കും 500 വർഷങ്ങൾക്ക് മുമ്പ് തന്നെയായിട്ട് അബ്ബാസ് ബിൻ ഫർനാസ് ഈ ബേസിക് പ്രിൻസിപ്പിൾസ്, ഏവിയേഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് കണ്ടെത്തുകയും അത് പ്രാക്ടിക്കലായിട്ട് തന്നെ വിമാനം ഓടിച്ചു നോക്കുകയും ചെയ്യുന്നുണ്ട്. ഇബ്നു ഹൈതമിന്റെ ഇങ്ങനെ ഒരു കഥ പറയുന്നുണ്ടല്ലോ അല്ലേ? അതായത് ഈ ഇബ്നു ഹൈതം ജീവിച്ചിരുന്ന കാലത്ത് ഈജിപ്റ്റ് ഭരിച്ചിരുന്നത് അൽ ഹാക്കിം എന്ന് പറഞ്ഞ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം എന്ന് പറയുന്ന ഒരു ഫാത്തിമി ഭരണകൂടത്തിലെ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് തന്നെ മാഡ് ഖലീഫ് എന്ന് പറഞ്ഞ പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹത്തിന്റെ ഒരു ഗുണസവിശേഷതകളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹം ഈ നൈൽ നദി തീരത്ത് ഒരു ഡാം പണിയാൻ തീരുമാനിക്കുന്നുണ്ട്. അപ്പം അത് ഇറിഗേഷൻ ഫെസിലിറ്റീസിന്റെ ഭാഗമായിട്ടാണെന്ന് പറയപ്പെടുന്നത്. എന്തൊക്കെയായാലും ആ ഒരു പ്രൊജക്ട് എന്താ പറയാ, ഈജിപ്റ്റ് മൊത്തം പരക്കുന്നുണ്ട് അതിന്റെ ന്യൂസ്. അപ്പം ഇത് ഈ ഇബ്നു ഹൈതം ഏറ്റെടുക്കുകയും ഇതിനുള്ള പണിക്ക് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു പണി ചെയ്യാൻ തുടങ്ങി. പക്ഷെ എന്തുകൊണ്ടോ ഇബ്നു ഹൈതത്തിന് ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം ഇതിൽ ഫെയിലാവുന്നുണ്ട്. ഇതിനെ തുടർന്ന് രാജാവ് സ്വാഭാവികമായിട്ടും ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ജയിലിൽ കഴിയുന്ന സമയത്ത് ഒരു ദിവസം ഈ ചന്ദ്രന്റെ വെളിച്ചം ആ ജയിലത്തെ ഒരു ഹോളിൽ കൂടെ അദ്ദേഹത്തിന്റെ റൂമിൽ ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ലൈറ്റ് വന്ന ഒരു ഒബ്ജക്റ്റ് തട്ടിയിട്ടായിരുന്നു. അപ്പൊ ഒബ്ജക്റ്റ് ഈ ജയിലില് ഇൻവേഴ്സ്ലി
എന്നുവെച്ചാൽ തലതിരിഞ്ഞ് ഇങ്ങനെ പ്രൊജക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഇദ്ദേഹത്തിന് ഭയങ്കര സ്ട്രൈക്ക് ആവുകയും ഇത് നിരീക്ഷിക്കുകയും ഇതിൽ പഠിക്കാനൊക്കെ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ പുസ്തകമായ ബുക്ക് ഓഫ് ഒപ്റ്റിക്സിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. ഇതേ പുസ്തകത്തിൽ തന്നെ കണ്ണിന്റെ ഘടന, നമ്മളിപ്പോൾ ബയോളജിയിൽ പഠിക്കുന്ന കണ്ണിന്റെ ഘടനയൊക്കെ ആ കാലത്ത് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇബ്നു ഹൈത്തം അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിൽ ഏകദേശം 25 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രകാശത്തിനെ കുറിച്ചും മഴവില്ലിനെ കുറിച്ചും ഗ്രഹണത്തിനെ കുറിച്ചും സന്ധ്യേനെ കുറിച്ചും ഈ ചന്ദ്രപ്രകാശത്തിനെ കുറിച്ച് ഒക്കെ വ്യക്തമായിട്ട് വിവരിക്കുന്നുണ്ട്.